പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നുപോകുന്നത്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഇക്കുറി റെക്കോർഡ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 69.51 പോളിംഗ് ശതമാനം ഇക്കുറി മറികടക്കുമോ എന്ന ആകാംക്ഷയിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാർ മുഴുവനും. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് 59% പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ മുതൽ തന്നെ ജില്ലയിലെ 5 മണ്ഡലങ്ങൾ റാന്നി, കോന്നി, തിരുവല്ല, ആറന്മുള, അടൂര് തുടങ്ങിയ 5 മണ്ഡലങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ആറന്മുള മണ്ഡലത്തിൽ ഏകദേശം 60.45% വോട്ടാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ കോന്നിയുണ്ട് 58.52%. അതിനോടൊപ്പം തന്നെ അടൂരിൽ 60.25 ഉണ്ട്. തിരുവല്ലയിൽ 57.75 റാന്നിയിൽ 58.25. അങ്ങനെ ആറന്മുളയിലാണ് ഏകദേശം ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റെക്കോർഡ് തരത്തിലുള്ള ഒരു പോളിംഗ് ആയിരിക്കും ആറന്മുളയിൽ ഇക്കുറി ഉണ്ടാകുന്നുള്ളത്. രാവിലെ പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ, മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രായമായവരും മുതിർന്നവരും യുവാക്കളെല്ലാം നീണ്ട നിര തന്നെയായിരുന്നു. ഏകദേശം ഇപ്പോൾ പോളിംഗ് അവസാനിക്കാറാകുമ്പോഴത്തേക്കിന് ഉച്ചവെയിലിന്റെ കാഠിന്യം മാറിക്കൊണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന മുണ്ടുകോട്ടയ്ക്കലിലെ 3 ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന ശ്രീധാരാണ ശതവത്സര സ്കൂളിലാണ്. അവിടെ വീണ്ടും വോട്ടർമാരുടെ നീണ്ട നിര നമുക്ക് കാണാൻ ലഭ്യമാകും. ഈ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം 9 ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് ഉള്ളത്. അതിലെ 8000 കന്നി വോട്ടർമാരും പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ 5%, പ്രവാസികൾ 4000 പേരുമാണ് ഉള്ളത്. ആറന്മുള മണ്ഡലത്തിൽ ഇക്കുറി 2,20,816 വോട്ടർമാരുള്ളതിനകത്ത് ഏകദേശം 80% വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള റെക്കോർഡ് വേഗത്തിലാണ് ആറന്മുള മണ്ഡലത്തിലെ ഈ പോളിംഗ് ശതമാനം ഉയർന്ന് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് കാത്തലിക് കോളേജിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങി വന്ന ആന്റണിയും സ്ഥാനാർത്ഥി അബിൻ വർക്കിയും നമ്മളോട് പറഞ്ഞത്, ഈ ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആറന്മുള മണ്ഡലത്തിൽ മികച്ച വിജയം UDF-നെ കരസ്ഥമാക്കും തന്നെയാണ് അവർ അറിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ രാവിലെ ആറന്മുള മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇലന്തൂര്, മല്ലപ്പുഴശ്ശേരി, ആറന്മുള മണ്ഡലത്തിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് 1-1.5 മണിക്കൂറൊക്കെ താമസിച്ചാണ് വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്. അത് ഉദ്യോഗസ്ഥന്മാരെത്തി പുനഃപരിശോധിച്ച ശേഷം ഇപ്പോൾ സുഗമമായി നടക്കുന്നുണ്ട്. ഇവിടെ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതുവരെയും ഒരു സംഘർഷമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനോടൊപ്പം മലയോര മേഖലയായ ആദിവാസികളുള്ള ഗവി, കൊച്ചുകൊമ്പ എന്നിവിടങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പൊ ഏകദേശം പോളിംഗ് തീരാൻ ഇനിയും 1.5 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ വീണ്ടും മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ തവണത്തെ പത്തനംതിട്ട ജില്ലയിൽ ലഭ്യമായിട്ടുള്ള 59.25 എന്നുള്ള ശതമാനം ഇക്കുറി മറികടക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.